ഭാസ്കര, നീ എപ്പോ തുടങ്ങി വായനടാ? തീർന്നില്ലേ? കൂപമണ്ഡൂകങ്ങളായി സ്വയം മാറുന്ന ഒരു പ്രവണത നമ്മളെ പോലെയുള്ളവർ കൊണ്ടു പ്രാഞ്ചിയേട്ടാ. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. എന്തുട്ടാന്ന്? നമ്മള് ലോകവിവരമുള്ളവരാവണമെന്ന് പത്രമാധ്യമങ്ങൾ നമ്മളെ സഹായിക്കും. പക്ഷേ നമ്മളതിന് തയ്യാറാവണമെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ കേരളവർമ്മ വായനശാലയിൽ പോയിരുന്നു വായിക്കാറുണ്ടല്ല. എന്തിനാ ഇവിടെ വരണേ? വായന എന്ന ജൈവപ്രവർത്തനം നടത്താൻ ലൈബ്രറി പോകണമെന്നില്ല. എവിടെ വെച്ചു ആവാ? അത് ശരി. അപ്പൊ നീ ഇത് വായനശാലക്കുള്ള പരിപാടിയാ? നീ 10ാം ക്ലാസ് ജയിച്ചു, ഞാൻ സമ്മതിച്ചു. എന്ന് വെച്ചാൽ ഡിഗ്രിക്കാരുടെ വർത്താനം പറഞ്ഞാണല്ലോ. കുടുംബത്തിരുന്ന് വായിക്കേണ്ട വരൂട്ടാ. ഒരു പണി ഉണ്ടാവില്ല. പോയി പെട്രോൾ വിളിക്കടാ. കുരിശ് 10ാം ക്ലാസ് ജയിച്ചു വെച്ചിട്ട് നമുക്ക് അസൂയ ഉണ്ടായിട്ടൊന്നല്ല. ചെറിയൊരു അസൂയ ആർക്കായാലും ഉണ്ടാവും. ഇതെന്താ രാവിലെ തന്നെ? അതൊക്കെ ഉണ്ട് പ്രാഞ്ചേട്ടാ. കണ്ടിട്ടൊരു കോളത്തെ പോലെ ഉണ്ടല്ലോ. 1,00,000 രൂപ കിട്ടിയാൽ എന്താ പുളിക്കോ? എവിടുന്നാണ് 1,00,000 രൂപ നിനക്ക്? എനിക്കല്ല, പ്രാഞ്ചേട്ടന്. എനിക്കാ? എന്തുകൊണ്ട് നീ പറഞ്ഞേ? അതൊക്കെ ഉണ്ട് പ്രാഞ്ചേട്ടാ. പ്രാഞ്ചേട്ടൻ ഫ്രീ ആണെങ്കിൽ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. നമ്മക്ക് എന്തൊട്ട് തിരക്കടാ, നീ പറയേ. ഏത് കാര്യത്തിനെയും അതിൻ്റെതായിട്ടുള്ള ത്രില്ലിലെടുക്കാൻ ഈ കുന്നംകുളത്ത് പ്രാഞ്ചേട്ടനെ കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ എന്ന് പറയായിരുന്നു ഞാൻ ഈ ഷഹബാസിന്റെ അടുത്ത്. ഷഹബാസ? അതാരത്? ഷഹബാസിനെ അറിയില്ലേ? നക്ഷത്രം ചാനലിന്റെ പ്രോഗ്രാം ലീഡർ ഷഹബാസ് സാറ്. വാ. ഷഹബാസ് സാറേ, ഒന്നങ്ങോട്ട് വരൂ. ഷഹബാസ് നമസ്കാരം. ഈ സാറിന്റെ ചാനലിലേ ഒരു ഉഗ്രം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതൊരു പരിപാടിയാ? ഹിമാലയ ഹൗസ് എന്ന് പറഞ്ഞൊരു പഴയൊരു പരിപാടി ഓർമ്മയുണ്ടോ? ഹിമാലയ ഹൗസ് ഞാൻ ടി വി അത്ര കാണില്ല. നമ്മുടെ അശ്വമേധം പ്രദീപും സന്തോഷ് പണ്ഡിറ്റും ഒക്കെ ഉള്ള ഒരു വീടിന്റെ ഉള്ളിൽ അത് തന്നെ. അതുപോലെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. എന്തൊരു വ്യത്യാസം? അതായത് നമ്മുടെ കേരളത്തില് തെരഞ്ഞെടുത്ത 30 വീടുകളില് ക്യാമറ വെച്ചിട്ട് ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇങ്ങനെ ഒപ്പിയെടുക്കുക. നിങ്ങൾ എന്തുട്ടാ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവില്ല. പ്രാഞ്ചേട്ടന്റെ വീട്ടില് അത് വേണ്ട, അത് വിട്ടു പിടിക്ക്. അത് വേണ്ട. അല്ല, പറഞ്ഞോ, ഇപ്പൊ 1,00,000 ഉറുപ്പ്യല്ല, 1 കോടി ഉറുപ്പ്യ കിട്ടിയാന്ന് പറഞ്ഞാലും ഇവിടെ കുടുംബത്തെ സ്വകാര്യത വിട്ടിട്ട് നടക്കണ കാര്യണ്ട. സ്വകാര്യതകൾ ആരെടുക്കണേ പ്രാഞ്ചേട്ടാ? വറുദൂനെ പ്രാഞ്ചേട്ടന് വിശ്വസിക്കാം. ഉമ്മറത്ത് മുറ്റത്ത് ഈ 2 സ്ഥലത്ത് നടക്കണ ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്തോരം ഉണ്ടാവും. വീടിന്റെ ഉമ്മറത്തും മുറ്റത്തും മാത്രം ക്യാമറ വെച്ചാൽ എന്തുടെ കാര്യം? ഇത്രേശ പോന്ന ക്യാമറ വെക്കും. അവരെ ക്യാമറ വെക്കുക? പ്രാഞ്ചേട്ടനല്ലേ ക്യാമറ വെക്കണേ? അതും രാവിലെ പെണ്ണുങ്ങൾ മുറ്റടിച്ചതിന് ശേഷം. നിങ്ങളുടെ വീട്ടിലെ ഉമ്മറത്തും മുറ്റത്തും ഒരു ദിവസം എന്ത് നടക്കുന്നു അത് വെച്ചിട്ടാണ് മാർക്കിടണേ. പിന്നെ ഒരു വീട്ടിലെ ഏതെങ്കിലും വ്യക്തി അറിയാണ്ട് ഇതൊക്കെ നടപ്പുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പ്രാഞ്ചേട്ടനെ അറിയിച്ചത്. പ്രാഞ്ചേട്ടനാണെങ്കിൽ നല്ലൊരു അഭിനേതാവാണല്ലോ. ആണ്. എന്നാലിപ്പത് ഉമ്മറത്തും മുറ്റത്തും മാത്രമായിട്ട് എന്തുട്ടെത്ര വല്ലാണ്ട് ചർച്ച ചെയ്യാൻ ഒന്നും ചെയ്യണ്ട. സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവണം അത് മതി. നമ്മളായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യണ്ട. എന്നാലിപ്പത് ഒന്നും വേണ്ടാന്നേ. നമുക്ക് ശരിയാവണമെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ആ ക്യാമറേനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ അവിടെ അങ്ങനെ ഒരു ക്യാമറ ഉള്ളതായിട്ട് പ്രാഞ്ചേട്ടൻ കരുതാതിരുന്നാ എല്ലാം സ്വാഭാവികമായിക്കോളും. ഇതിപ്പോ അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ നിന്റെ വീട്ടിൽ വെച്ചാൽ കുഴപ്പം. ചോറിയും കുത്തിരിക്കണ എൻ്റെ അപ്പനെ കാണിക്കാനാ. പിന്നെ പെണ്ണും പെടക്കോഴി ഇല്ലാത്ത ഞാനും തൊട്ട് ചെയ്യാനവിടെ. സംഗതി പ്രശ്നമാടാ. കേരളത്തിൽ സെലക്ട് ചെയ്ത 30 വീട്ടുകാരാ, അവരൊക്കെ സമ്മതിച്ചു. പിന്നെ ഇതിന്റെ എഡിറ്റിങ് നമ്മളറിയാണ്ട് അവര് ചെയ്യില്ല. പറ്റാത്താണെങ്കിൽ നമുക്ക് ഒഴിവാക്കാലോ പ്രാഞ്ചേട്ടാ. പിന്നെ ഇതൊക്കെ അല്ല ഇതിന്റെ ഒരു ത്രില്ല്. സ്വന്തം കുടുംബത്തെ കാര്യങ്ങളൊക്കെ നാട്ടുകാരെ കാണിച്ചിട്ടല്ലേ ത്രില്ല്. ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള സെൻസിൽ പ്രാഞ്ചേട്ടൻ എടുക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ പ്രാഞ്ചേട്ടൻ്റെ പേര് കൊടുത്തത്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. വെറുതോ കുഴപ്പമൊന്നുണ്ടാവില്ല. ജീവിതകാലം മുഴുവൻ ഓർക്കാനൊരു തമാശ, പിന്നെ 1,00,000 രൂപയും, അത്രേ ഉള്ളോ. കാശിന്റെ കാര്യം വിചാരിച്ചിട്ടൊന്നല്ല, പിന്നെ എന്തൊരു ത്രില്ലും കൗതുകൊക്കെ ഉണ്ട്. വായോ നോക്കാം നമുക്ക്.
ഇതെന്നീ മരത്തുമ്മേ കൊണ്ടുവെക്കണേ? പ്രാഞ്ചിയെ എന്താടാ ഇത്? അതെ, കൊതുകിനെ ഓടിക്കാനുള്ള പുതിയ യന്ത്രമാണെന്ന് പറയുന്നുണ്ട്. കൊതുകിനോടിക്കാനാ? കുരുവേട്ടൻ, ആ. ഉമ്മർത്തും മാവിന്റെ മുകളിൽ ആ മരത്തിലൊക്കെ ഇങ്ങനത്തെ സൂത്രം ഫിറ്റ് ചെയ്താലേ കൊതുക് ഈ പ്രദേശിക്ക് വരില്ല. അല്ലടാ, അതെങ്ങനെ പ്രവർത്തിക്കുക? അത് കരണ്ടിൽ ഊത്തണം. എന്നാ ഓരോന്നകത്ത് റൂമുകളിലും വെച്ചാലോ? ഏയ് അതിന്റെ ആവശ്യമില്ലേ? അല്ലടാ, അവിടെ അല്ലടാ ആവശ്യം, റൂമിലല്ലേ കൊതുക് കൂടുതല്. കൊതുക് അകത്തേക്ക് കേറെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അതെങ്ങനെയെന്നാ കുരുവേട്ടാ? ഈ യന്ത്രം കൊതുകിനെ എല്ലാം ആകർഷിച്ചിട്ട് അകത്തോട്ട് കിടക്കാൻ സമ്മതിക്കൂല, അതല്ലേ? നമുക്കൊരു കാര്യം ചെയ്യടാ, ഒരു 2 എണ്ണം പിന്നാപ്പുറത്തും വെക്കാം. പിന്നെ കൂടെ കൊതുക് കയറില്ലല്ലോ. അത് ശരിയാ. 2 എണ്ണം വാങ്ങിയത് എങ്ങനെയാന്ന് എനിക്കറിയല്ലോ. നല്ല കാര്യമുണ്ട്, നല്ല വില ഉണ്ടത്. നീ എന്തിനാ ഒറ്റയ്ക്ക് സഹിക്കണേ? ഞാനില്ലേ, പകുതി ഞാൻ തരാം. ചേട്ടോ, ഒരു 2 എണ്ണം കൂടി വേണം. അതിനെന്താവും? കുരുവേട്ട, അതൊക്കെ അനാവശ്യ ചെലവാണ്. അപ്പൊ അടുക്കള വഴി കൊതുക് കയറല്ലേ? അല്ല, അടുക്കള വശത്തേക്ക് വരണ കൊതുക് ഒരു ആകർഷണ വലയത്തിൽ പെട്ട പോലെ അങ്ങനെ പറന്ന് 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 ഉമ്മർത്തിക്കാ വരും. ആൾക്കാരെ കുത്താനൊന്നും അതിനപ്പൊ തോന്നില്ല. കല്യങ്ങാട്ട് നീലി യക്ഷിയില്ലേ, അത് പനയുടെ മോളിൽ നിന്ന് വിളിക്കുമ്പോ ആൾക്കാർ ചെല്ലിങ്ങനെ എങ്ങനെ അതുപോലെ എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ചോക്കാലേ. പിന്നല്ല, എനിക്കത്ര വിശ്വാസമൊന്നും തോന്നുന്നില്ല. അല്ല, നീയാണല്ലോ ഈ സാധനം കൊണ്ടുവന്ന് പ്രാഞ്ചേട്ടിന് പരിചയപ്പെടുത്തി കൊടുത്തത്, അതുകൊണ്ട് പറഞ്ഞാ. അപ്പൊ എല്ലാം ഓക്കെ. നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ. അപ്പൊ അത് കഴിഞ്ഞാലാ? അല്ല, അത് കഴിഞ്ഞാ അതെ, ഇതൊരു ട്രയലാണ് കുരുവേട്ടാ. അത് നമ്മള് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിനെക്കാട്ടി മുമ്പ് ഒന്ന് പരീക്ഷിക്കാം. ശരിയായില്ലെങ്കിൽ ഇവര് കൊണ്ടോക്കോളൂ. എന്നാലും രാത്രി അല്ലടാ വേണ്ടത്. ആദ്യം പകലും നോക്കണ്ടേ, അല്ലെങ്കിൽ വെറുതെ മെനക്കെടണ്ടല്ലോ. ഒരു കാരണവശാലും ഈ യന്ത്രം സ്ഥാപിച്ചിടത്തേക്ക് ആരും നോക്കരുത്. അത് മതി. അയാളെന്താണ് അങ്ങനെ പറയണ? അത് അതീന്ന് വരുന്ന വികിരണല്ലേ, അത് നമ്മുടെ കണ്ണിനെ ബാധിക്കും. ദോഷം. ഇത്ര പ്രശ്നമുള്ള സാധനമൊക്കെ ഇവിടെ വെക്കണോടാ. അത് എനിക്ക് നോക്കാണ്ടിരുന്ന പോലെ നമ്മള് അതന്നെ, നോക്കാണ്ടിരുന്നാ മതി. ഞാൻ നോക്കില്ല എന്തായാലും. ഞാൻ നോക്കൂ. അതെ, കുട്ടികളോട് ഒരു കാരണവശാലും അതിലേക്ക് നോക്കരുത് എന്ന് പറയണം. പറയണം. എന്തൊക്കെ കണ്ടുപിടുത്താലേ. ദൈവമേ, ഈ കേരളം എന്ന് നന്നാവും. അല്ല, ഇതെന്താ കഥ? ഈ പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് എങ്ങടാ പോണേ? ഇതോ പുതിയ ഷർട്ട്? ഞാൻ എന്നും ധരിക്കുന്ന വസ്ത്രമല്ലേ സൂസേ ഇത്. പോയി കോഫി കൊണ്ടുവരൂ സൂ. അല്ല, സാധാരണ 9 മണി വരെ കിടന്ന് ഉറങ്ങാറുള്ള ആള് പതിവില്ലാതെ ചമഞ്ഞൊരുങ്ങി ഇതെങ്ങടെ ഈ പോണേ? തമാശ പറയാനുള്ള സമയമല്ല സൂസേ ഇത്. ഞാൻ എന്നും രാവിലെ നേരത്തെ എണീറ്റ് പള്ളിയിൽ പോയി വരാറുള്ളത് നിനക്കറിയാവുന്നതല്ലേ. നിനക്കൊന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നു. അയ്യോ, എന്താ പ്രാഞ്ചേട്ടാ ഇങ്ങനൊക്കെ? എന്ത് ഇതെന്തിനാ കണ്ണടച്ച് കാണിക്കുന്നേ? കണ്ണടച്ചെന്ന്? അയ്യോ, തമാശ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാരമില്ല, പോട്ടെ പോട്ടെ, നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇന്ന് ജൈവവളം മാത്രം ഉപയോഗിച്ച് നമ്മുടെ തൊടിയിൽ ഉണ്ടാക്കുന്ന നല്ല ഇനം പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ചുള്ള കറികൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. സാമ്പാർ, പച്ചടി, കിച്ചടി തുടങ്ങി പായസം വരെ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഇന്നും വേണം. എന്തേ ഇതിപ്പോ ആരോടാ പറയണേ? എന്നോടാ? ദേ വീണ്ടും തമാശ. നീ എന്റെ പതിവ്രതയായ ഭാര്യയല്ലേ സു? നമ്മുടെ നാട്ടിൽ ഏറ്റവും മാതൃകായോഗ്യമായ ഒരു തറവാടല്ലേ ഇത്. ഈ പാണങ്ങാട് തറവാടിനെ കുറിച്ച് എത്രയോ പാണന്മാർ പാടി നടക്കുന്നു. കോഫി കൊണ്ടുവരൂ. വരൂ ധർമ്മക്കാരാ, വരൂ 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 വരൂ. എങ്ങനെ പോകുന്നു സഹോദര ജീവിതമൊക്കെ? എന്ത് ജീവിതം ചാമി? ചാമിയല്ല, ഞാൻ ഫ്രാൻസിസ്, പാണങ്ങാട് ഫ്രാൻസിസ് കേട്ടോ. വരൂ വരൂ, കയറിയിരിക്കൂ കേട്ടോ സഹോദര. സൂസ, ഈ സഹോദരന് വിശപ്പിന് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കൂ.
അയ്യേ ഇയാളെന്താണ് ഇവിടെ കേട്ടിരുത്തിയേക്കണ? നമ്മൾ പാണങ്ങാട് തറവാട്ടുകാർ പിച്ചക്കാരെ അങ്ങനെ വെറുപ്പോടെ കാണാറില്ലല്ലോ ചേച്ചി. ദൈവമേ. ഇതാ ധർമ്മക്കാര, ഈ 100 രൂപ വെച്ചോളൂ. 100 രൂപ. ഞാൻ പറഞ്ഞില്ല ചേച്ചി എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്തിനാ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്? നമ്മൾ നമ്മുടെ കീഴ്വഴക്കങ്ങൾ മാത്രം ചെയ്താൽ പോരെ? ചാമി ഒരു ഷർട്ട്. സൂസ 1 2 ഷർട്ട് ഇദ്ദേഹത്തിന് കൊടുക്കൂ. പ്രാഞ്ചേട്ടോ നിങ്ങട് വന്നേ. എന്താ കാര്യം സഹോദര? താമസിക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ ആ ഷർട്ട് അങ്ങോട്ട് എത്തിച്ചു തരാം കേട്ടോ. വിരോധമുണ്ടോ? ഇല്ലേ, നമ്മുടെ മാർക്കറ്റില്ലേ ചാമി, അതിന്റെ അടുത്തൊരു ചാലില്ലേ, ആ ചാലിന്റെ അടുത്ത് ഒരു വലിയ പൈപ്പില്ലേ, അത് താമസിക്കണത്. വലിയ സന്തോഷം, വലിയ സന്തോഷം. പോകൂ പോകൂ. ചാപ്പാട് കഴിക്കണോ? ഓ, പിന്നാമ്പുറത്തേക്ക് പുറകുവശത്തേക്ക് വന്നോളൂ. ശരി ചാമി. അയ്യോ, അങ്ങോട്ടല്ല, ഇന്ത വഴിയല്ല, ഇന്ത വഴി. ഈ പാണങ്ങാട് തറവാട്ടിൽ പാവങ്ങൾ പണക്കാർ അങ്ങനൊരു വേർതിരിവില്ലേ? എല്ലാവരും അകത്തേക്ക് വന്നോളൂ. എന്താ ചേച്ചി പതിവില്ലാതെ? ചേച്ചിക്ക് എന്തോ തെറ്റ് പറ്റിയിരിക്കുന്നു. വരൂ വരൂ വരൂ, നടക്കൂ നടക്കൂ നടക്കൂ. എന്താ ചെയ്ത്? നമുക്ക് ഒരു പേരോട് പറഞ്ഞാലോ? കെട്ടിപ്പിടിച്ചേക്കണേ. ഈ പ്രാഞ്ചേട്ടന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നണ അവന്റെ ദേഹത്തെ ഏതോ പള്ളിയിലച്ഛന്റെ ബാധ കയറിയിട്ടുണ്ടെന്നാണ്. ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലോ, നേരം വെളുത്തപ്പോ എന്താ ഈ മാറ്റം? എന്തൊരു മാറ്റം? ഒരു മാറ്റമില്ല. എഴുതാപ്പുറം വായിക്കാണ്ടിരുന്നാ മതി. പിന്നെ എന്താ പ്രാഞ്ചേട്ടാ ഇങ്ങനൊക്കെ? എടി, മനുഷ്യന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? ദയവ് ചെയ്ത് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരരുത് പ്ലീസ്. ഷർട്ട് കൊടുത്തു ചാമി. ഇവിടെ കന്നഡ ഷർട്ടില്ല. അതേ ഒരു 100 രൂപയാണ് തന്നിട്ടായില്ലേ? അങ്ങോട്ടായോ? അത് പറഞ്ഞുതരാം. അങ്ങോട്ടാ. എന്നിട്ട് ഇത് വെച്ചോ ട്ടാ. ഇതന്നെ ധാരാളാണ്. കഴിച്ചിട്ട് പോയാ മതി. ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തിനാ പ്രാഞ്ചേട്ടാ ആദ്യം 100 രൂപ കൊടുത്തത്? ഞാൻ പറഞ്ഞില്ലടി, അതിന് അതിന്റേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുന്ന്. ഇവര് വന്ന് എന്നോടോരോന്ന് പറഞ്ഞപ്പോ ഞാനാകെ പേടിച്ചു. പിന്നെ എനിക്ക് പ്രാന്തല്ല എങ്ങനെ എടുത്ത് കൊടുക്കാൻ. നീ എന്നെ നനച്ചേ, ഞാൻ യാരെന്ന് നിനക്ക് തെരിയുമാ? നീ പോടാ പൊറുക്കി നായേ. അയ്യോ, എന്താ സഹോദര ഇത്? 100 രൂപ ഞാൻ തന്നില്ലേ, പിന്നെന്തിനാണ് ഇങ്ങനെ കലഹിക്കുന്നത്? 100 രൂപ തന്നു? ഞാൻ 100 രൂപ ഇവിടെ വെച്ച് തന്നില്ലേ. എന്ത് 100 രൂപ? എന്ത് 100 രൂപന്നോ? അയ്യോ, വെറുതെ അല്ല സഹോദര, നിങ്ങൾ എന്നും പിച്ചക്കാരായി ഇങ്ങനെ ജീവിക്കുന്നത്. വയറ് നിറച്ച് ഭക്ഷണവും 100 രൂപയും നൽകിയിട്ട് ഈ സഹോദരൻ പറയുന്നത് കേട്ടോ? ഇവിടെ മനസാക്ഷിക്ക് എന്തു വില? എന്തടത് 10 റുപ്യ കൊടുത്തന്റെ ദേഷ്യ? ഓ, ചേട്ടനും 10 രൂപ കൊടുത്തോ? ഞാനല്ലടാ, നീയല്ലേ 100 റുപ്യ കൊടുത്തിട്ട് പിന്നെ 10. അതെ അതെ അതെ, അത് ശരിയാണ്. ഞാൻ 100 രൂപ കൊടുത്ത് വീണ്ടും 10 രൂപ കൊടുത്തു. അത് ചേഞ്ച് ഇല്ലാതെ ഇദ്ദേഹം ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി കൊടുത്തതാണ്. 100 രൂപ. അയ്യോ സാമി, 10 രൂപ മതി, പൊയ്ക്കോ പൊക്കോ. 100 രൂപ കൊടുത്ത് കൊടുത്ത് ഞാൻ ശീലമാക്കി. എത്രയോ സഹോദരങ്ങൾ അതുകൊണ്ട് സുഖമായി ജീവിക്കുന്നു. ഈ സഹോദരൻ മാത്രം എന്താ ഇങ്ങനെ? പൊക്കോളൂ പൊക്കോളൂ പൊക്കോളൂ. പ്രാഗിട്ട് പോണ കണ്ടില്ലേ? അയ്യോ ചേട്ടാ, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ അങ്ങനെ ആരെയും ഉപദ്രവിച്ച് പതിവില്ലല്ലോ. അവന്റെ കർമ്മഫലം അവൻ തന്നെ അനുഭവിക്കും. കർമ്മഫലോ? ഹായ് ഗൈസ്. ഇത് വെറുതെ
എന്താണ് വെറുതെ കാലിലെ മുളയൊന്നും ഇപ്പോഴും മാറിയില്ലേ? കാലിൽ ആണിരോഗമുണ്ട്. ഫാന്റാസ്റ്റിക് ഹ്യൂമർ. ഓ, എന്തോ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് പതിവില്ലാതെ ഈ വേഷത്തിൽ വെറുതെ? ഒരു സാധാരണ മുണ്ടും പിന്നെ ഈ ഫുട്പാത്തിൽ നിന്ന് 100 രൂപയ്ക്ക് 2 കിട്ടുന്ന ഷർട്ടുമാണല്ലോ ഇടാറ്. ഈ ഹാസ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ദൈവം സഹായിച്ചേ, ഇതുവരെ എനിക്ക് അത്തരം ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലെന്ന് കുരുവേട്ടൻ അറിയാമല്ലോ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഏതോ പേരക്കച്ചവടക്കാരനാണെന്ന് വിചാരിച്ചു പോയി. ഫുട്പാത്തിൽ നിന്ന് വാങ്ങുന്ന 100 രൂപയ്ക്ക് 2 കിട്ടുന്ന ഷർട്ട് ഉണ്ടല്ലോ ചേട്ടാ, അതിലൊരു ഷർട്ടാണ് സാധാരണ ഇവൻ ഇടാറ്. പിന്നെ ഉണ്ടല്ലോ ഈ ഫുട്പാത്തിൽ നിന്ന് വാങ്ങുന്ന കണ്ണടകൾ വെച്ചാൽ കണ്ണ് കേടുവരും വെറുതെ. യു ആർ കറക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം ഞാൻ അമേരിക്കയിൽ പോയി വരുമ്പോൾ $1000 ഈ ഗ്ലാസ് കൊണ്ടുവന്നത്. നിങ്ങൾ എന്തുട്ടാ ഈ പറയണേ? വെറുതെ വിശപ്പുണ്ടെങ്കിൽ അകത്ത് പോയി വല്ലതും കടിച്ചിട്ട് പോയിക്കോളൂ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. പ്രാഞ്ചേട്ടൻ പോയി വരൂ. വർദ്ധോ, നീ കൊതു കടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു മിഷ്യൻ വെച്ചിട്ടില്ല ഇവിടെ? അതുകൊണ്ട് ഒരു കാര്യമില്ലടാ, ഇന്നലെ 2 കൊതു കുത്തി ഇവിടെ. ഓ, നീ കൊതുക് തിരിയുടെ കച്ചവടം തുടങ്ങിയോ? നീ ഇപ്പൊ വാർക്കപ്പണിക്ക് പോകുന്നില്ലേടാ? എന്തൊക്കെ ഇവര് പറയുന്നത്? വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലും. പിന്നെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? കുരുവേട്ടൻ ശ്രദ്ധിച്ചോ, ഇവിടെ വരുമ്പോ പ്രാഞ്ചേട്ടന്റെ സംസാരത്തിന്റെ മാറ്റം കണ്ടോ? ഞാനിപ്പോ അതന്നെ നോക്കുന്നു, എന്തോ കുഴപ്പമുണ്ട്. ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്ന് തന്നതാണോ നിനക്കിതെല്ലാം? ഞാൻ അവിടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും ഒരു ഫോൺ കോൾ മാത്രമേ ആവശ്യമുള്ളൂ, എല്ലാം അവർ തന്നെ ചെയ്തോളും. അവരെന്ന് പറഞ്ഞാൽ പാട്ടും തകരത്തിനൊക്കെ വേറെ ആൾക്കാർ വരുന്നുണ്ടോ ഇപ്പൊ എടുക്കാൻ? നീ ഒറ്റയ്ക്ക് പിറക്കുന്നത് നിർത്തിയോ? എന്തായാലും നമുക്ക് പിന്നാമ്പുറത്തേക്കൊന്ന് പോയി വരാം. പുറകു വശത്തേക്ക് വരൂ. അതിന്റെ യാതൊരു ആവശ്യവും അല്ല, ആവശ്യമുണ്ട്, വരൂ. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തല്ലേ? എനിക്ക് സന്തോഷത്തോടുകൂടി ഒരു വാർത്ത നിന്നെ അറിയിക്കാനുണ്ട്, വരൂ. താങ്കളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ് ഞാൻ, അതുകൊണ്ട് അതെനിക്കറിയാം. വരൂ. വായോ. നീ ഇത് കോപ്പിലാണ് അവിടെ കാണിക്കണേ? എന്നെ ടിവിയിൽ കാണുന്നതിന് പ്രാഞ്ചേട്ടൻ എന്താ? ടിവിയിൽ കാണണമെങ്കിലേ സ്വന്തം വീട്ടിലുകൊണ്ട് ക്യാമറ വെക്കിട്ടാ. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാൻ വേണ്ടി ബാക്കിയുള്ളൊരു പാടുപെടണം. ഒന്നാമത്തെ നീ ഭയങ്കര ഓവറായിട്ട് അഭിനയിക്കണേ, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. ഓ, പ്രാഞ്ചേട്ടൻ വലിയ സ്വാഭാവിക രീതിയിലല്ല അഭിനയം അങ്ങോട്ട് കാഴ്ചവെക്കണ. എന്താ പ്രാഞ്ചിയെ, എന്തുട്ട കാര്യം? കൊറേ നേരം ഇവിടെ പൊട്ടം കളിക്കണു, ഞങ്ങൾ അറിയാണ്ട് ഇവിടെ എന്താ നടക്കണേ? ഒന്നുമില്ല. അല്ല, ഒന്നുണ്ട്. ഞാൻ അങ്ങനെ പറയാണ്ട് പറ്റില്ല. അങ്ങനെ എന്റെ വീട്ടുകാരെ കൊണ്ടൊന്നും പറയാണ്ട് പറ്റിക്കാൻ പറ്റില്ല. അവരെ ഭക്ഷണമാക്കിയിട്ടുള്ള പരിപാടി ഇവിടെ വേണ്ട. ഞാനെല്ലാം പറയാൻ പോവാ. എന്ത് പറഞ്ഞാലും ശരിട്ടാ, ഈ പ്രോഗ്രാം സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ റെക്കോർഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലേ ചാനലുകാരെ അടുത്ത് സമ്മാനം പറയേണ്ടി വരും, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും കേട്ടാ. കരാറ് എഴുതിയിട്ടുള്ള. കരാറോ? എന്തുട്രീ പറയണേ? ഞാൻ പറയാം, ഏട്ടങ്ങടി ദേഷ്യപ്പെടാതിരുന്നാ മതി. ഇത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോവാട്ടാ. നീ പോയിക്കാ, നിനക്ക് എടുത്ത് വെച്ചിട്ടാ. എന്നാ ഞാനും ശരിയാക്കിയാട്ടാ. നീ പോയിക്കാടാ അവിടുന്ന്. നീ ഞാൻ ക്യാമറ മുമ്പിൽ വലിയ അഭിനയൊന്നും വേണ്ട, പോവാൻ നോക്കിയ വീട്ടിലേക്ക്. നീ കാര്യം പറയണ്ട. അതെ, എന്തായാലും ഞാൻ പറയാം. ചേച്ചിനെയും സൂസനെയും കൂടെ വിളിച്ചോ, എല്ലാരും കേൾക്കട്ടെ. എന്തത്? നമ്മളെ നാണം കെടുത്തിട്ട് ഇത്ര നേരം വലിയ അച്ചടി ഭാഷയിൽ സംസാരിക്കുമല്ലായിരുന്നു. അതിന് നിങ്ങളാരും മോശമായിട്ടൊന്നുമില്ലോ. ഞാനിവിടെ ക്യാമറ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിനയൊക്കെ ആകെ കൊളവും. അയ്യോ, ഭയങ്കര ഒറിജിനാലിറ്റി അഭിനയിച്ചിട്ട് ആള് നിക്കണണ്ടാ. എന്താ റെക്കോർഡ് ചെയ്തല്ലേ? നീ മാത്രം അഭിനയിക്കായിരുന്നു, ഞങ്ങളൊക്കെ ജീവിക്കായിരുന്നു. എടാ കഴുത, നീ എന്താ കരുതിയത്? ഞങ്ങളൊക്കെ അഭിനയിക്കാൻ അറിയാത്തവരെന്നോ? ഇങ്ങോട്ട് വാ, അഭിനയം എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ആ കുരുവേട്ട, ഞാൻ ഡ്രസ് ഒന്ന് മാറ്റട്ടെ. അസലായിട്ടുണ്ട്. ഇവനൊക്കെ വലത്താണല്ലോ നീ. എടി, ഇങ്ങനെ വേണം, ഇതാണ് ഒറിജിനല്. ഇല്ലെങ്കിൽ ഇവനെ പോലെ അഭിനയിക്കാന്ന് കരുതില്ലേ നാട്ടുകാര്? ഇത് കണ്ടെത്താൻ ഞാനിവിടെ പക്ക പ്ലാനിങ് ആയിരുന്നു. പ്ലാനിങ് ആൾക്കാരെന്നെ ആദ്യമായിട്ട് കാണുന്നതാ. അവര് വിചാരിക്കും ഇയാളൊരു മാന്യായിട്ട് ആളാട്ടോ ഈ വീട്ടില്, ബാക്കിയുള്ളവരൊക്കെ കൊളന്നെ. കാലത്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അലക്കിയ ജുബ്ബ എന്താ ആൾക്കാർക്ക് അറിഞ്ഞൂടെ? നീ ഇങ്ങോട്ട് വന്നാടാ, കാണാം നമുക്ക് യഥാർത്ഥ അഭിനയം എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്നോടെ കളി ചെന്ന് കാണിച്ചു നോക്കാം, അപ്പൊ കാണാം.
അഭിനയൊന്നും അത്ര എളുപ്പല്ല മോളെ. അലിസേച്ചി, നമ്മൾ ഈ മാസം ദാനധർമ്മങ്ങൾ എത്ര എണ്ണം ചെയ്തു? ഈ മാസം ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ലടാ. അതെ, പക്ഷെ എന്തെങ്കിലും ചെയ്യാതെ നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ എല്ലാ മാസവും ചെയ്യുന്നതല്ലേ. പിന്നെ കുട്ടികളെ, നിങ്ങളോടൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെങ്കിൽ, നിങ്ങൾ ഈ പഠിപ്പ് മാത്രം പോരാ, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെമ്മരുണ്ടല്ലോ. പ്രാഞ്ചിയെ, നീ ഇത്രമാത്രം വിശാലഹൃദയനാന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതെന്ത് വർത്താനം അച്ഛ പറയണേ? പ്രാഞ്ചേട്ട എത്രമാത്രം ആളുകൾക്ക് പാവങ്ങൾക്കൊക്കെ ദാനം ചെയ്തിട്ടുള്ള വ്യക്തിയാന്ന് അറിഞ്ഞൂടെ? അച്ഛാ, വരൂ അച്ഛാ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കാലോ. ഞാൻ വന്ന കാര്യം മനസ്സിലാക്കണല്ലോ. അതെങ്ങനെ അറിയാച്ചോ? ഞങ്ങൾക്ക് ദിവ്യദൃഷ്ടി ഒന്നും ഇല്ലല്ലോ. വെറുതെ പറഞ്ഞല്ലോ പ്രാഞ്ചിയുടെ ഇരിപ്പാന്ന്. അതെ, തീർച്ചയായും ഇവരൊന്നും അറിഞ്ഞിട്ടില്ല. ഒന്നും കൂടി വിശദീകരിക്കാം. ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്നല്ലേ പ്രമാണം? എന്നാലും ഞാൻ പറയാം. നമ്മുടെ ദേവാലയത്തിന്റെ താഴികക്കുടം ചെമ്പ് പൊതിഞ്ഞ് മനോഹരമാക്കാമെന്ന് പ്രാഞ്ചി സമ്മതിച്ചിരിക്കുന്നു. അതെ, 2 ലക്ഷം രൂപ ഉണ്ടായ തീർന്ന കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പ്രാഞ്ചേട്ടൻ കുരുവേട്ടനോട് പറയാണ്ടിരുന്നത്. പിന്നെ എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ കരാറ് എഴുതിക്കാന്ന് കരുതിയിട്ട് അച്ഛനെ ഞങ്ങൾ കൊണ്ടുവന്നേ. അല്ല, അങ്ങനെ ഒരു കരാറൊക്കെ എഴുതാന്ന് പറയുമ്പോ അതിന് 2 സാക്ഷികളൊക്കെ വേണമല്ലോ. സാക്ഷികളുണ്ടല്ലോ. ഒന്ന് കുരുവേട്ടൻ, ഒന്ന് ഞാൻ. കാശ് പോവാ. എന്താ കാര്യം? അല്ല, അപ്പൊ അച്ഛനൊന്നും അറിയില്ലേ? ഇവൻ പീഡന കേസിലെ പ്രതിയാണ്. അതെ, ആ സംഭവത്തിന് ശേഷം ഇവനെ തറവാട്ടിൽ ഞങ്ങൾ കേട്ടിട്ടില്ല. ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു പാവം തമിഴത്തി പെങ്കൊച്ചി അതിങ്ങനെ നടന്നു പോണേരുന്നിട്ടാ. അപ്പത്തേക്കിനുല്ലേ ഇവനാ പെങ്കൊച്ചിനെ ബൈക്ക് കേറ്റിക്കൊണ്ട്. എന്തായാലും ചേച്ചി പറയണേ. പറയും. ഇങ്ങനെയുള്ള ഒരു സാക്ഷിനെ മതിയോ അച്ഛന്? അതുകൊണ്ടേ നല്ലൊരു ദിവസം നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. ഒന്നാമത്തെ ഇങ്ങനെയുള്ളവരുടെ വർത്താനം കേട്ടിട്ട് അച്ഛൻ ചാടി ഇറങ്ങരുതിട്ട് അവരുടെ ആവശ്യമില്ലാണ്ട് ഇവരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലേ. പിന്നെ ചെറിയൊരു പ്രശ്നം ഇവനുള്ളത് അറിയില്ലേ? എന്ത് പ്രശ്നം? കാര്യൊന്നും അറിയില്ലേ? ഇവന്റെ കയ്യില് ഗുളിക കഴിക്കുന്നുണ്ട്. പടിഞ്ഞാറക്കോട്ടയിൽ ഒരാഴ്ച കിടന്നത് അച്ഛൻ അറിഞ്ഞില്ല. ഇത്രക്ക് വേണോ? ആ, എല്ലാം നാട് നിങ്ങൾ അറിയട്ടാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊതുക് മെഷീനല്ല വെച്ചിരിക്കണെന്ന് ഞാൻ ഇവരോട് പറയും. എന്നാ അതിന്റെ നഷ്ടപരിഹാരം നീ എന്നെ കൊടുക്കേണ്ടി വരും. എന്താ പറയണ നിങ്ങള്? പറയുന്നു കേട്ടോ അച്ചോ, പരസ്പര ബന്ധമില്ലാത്ത വർത്താന അത്ര തന്നെ. അതെ, എന്റെ വണ്ടിയിലാണ് പോണെങ്കിൽ സൂക്ഷിച്ചു പോണട്ടാ. വേണ്ട, ഞാൻ നടന്നു പോക്കോളാം. ജീവൻ കിട്ടിയാ മതി. പിന്നെ വെറുതെ വായോ, നമുക്ക് അകത്തിരുന്നിട്ട് സംസാരിക്കാം. ഞാൻ ഇവിടുന്ന് ഒരു അടി മാറി. എന്ത്? നിന്റെ അസുഖം നാലാളെ അറിയട്ടാ. ഞാനിത് പുറം ലോകം കാണിച്ചാലല്ലേ ശരിയാക്കി തരാട്ടാ. കളി ശരിയാക്കി തരാട്ടാ. അഴിക്കല്ലേ വെറുതെ ക്യാമറ ഒന്നും ചെയ്യല്ലേ. പുറത്ത് നിർത്തിയിട്ടുള്ള വാഹനത്തിന്റെ അകത്ത് റെക്കോർഡിങ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എടുത്തേട്ടൊന്നും വേണ്ട. സാറേ, ഇത് ടെലികാസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വല്ല വഴിയുണ്ടാ? ഞാൻ നിങ്ങക്ക് വേണമെങ്കിൽ കാശ് തരാം. അത് ശരിയാവില്ല. അത് എങ്ങനെയെങ്കിലും കാണിക്കണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് സാറേ. കരാർ എഴുതിയ പോലെ തന്നെ കാര്യങ്ങളാണ്. നിങ്ങളുടെ കുടുംബത്തെ പ്രേക്ഷകര് 2 കൈ നീട്ടി സ്വീകരിക്കും. അത് ഉറപ്പാ. സമ്മാനം കിട്ടിയ ഞാൻ അറിയിക്കാം. ആയിക്കോട്ടെ, ഇവൻ ഇത്തിരി ഓവർ ആയിട്ടുണ്ടോന്നൊരു സംശയം. അതൊന്നും കുഴപ്പമില്ല. പ്രാഞ്ചിയാണ് ഇക്കാര്യം നേരത്തെ അറിയാന്ന് നമ്മൾ പ്രേക്ഷകരെ അറിയും. അവിടെയാണ് ഈ പരിപാടിയുടെ പഞ്ച്. മനസ്സിലായി? അയ്യോ.